ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 12. നമ്മളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നിരവധി കൈപ്പേറിയ വികാരങ്ങൾ സൃഷ്ടിച്ചതോടെ തെക്കേ അമേരിക്കയെക്കുറിച്ച് ഒരു നല്ല വാക്കു പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് അബ്രഹാം ലിങ്കൻ മനസ്സിലാക്കി. അതെങ്ങനെ പറയാൻ കഴിഞ്ഞുവെന്ന് അടുത്തുനിന്ന വ്യക്തി ഞെട്ടലോടെ ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, മാഡം, ഞാൻ എൻ്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കിയാൽ ശത്രുക്കളെ ഇല്ലാതാക്കുകയല്ലേ? ഒരു നൂറ്റാണ്ടിനു ശേഷം ആ വാക്കുകളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അഭിപ്രായപ്പെട്ടു, ഇതാണ് വീണ്ടെടുക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി. ശത്രുക്കളെ സ്നേഹിക്കാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യാൻ കിങ് ജൂനിയർ യേശുവിൻ്റെ ഉപദേശങ്ങളെയാണ് ആശ്രയിച്ചത്. തങ്ങളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഈ സ്നേഹം വളരുന്നത് ദൈവത്തിൻ്റെ നിരന്തരം സമ്പൂർണമായി കീഴ്പ്പെടുന്നതിലൂടെയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാം ഈ രീതിയിൽ സ്നേഹിക്കുമ്പോൾ നാം ദൈവത്തെ അറിയുകയും അവൻ്റെ വിശുദ്ധിയുടെ സൗന്ദര്യം അനുഭവിക്കുകയും ചെയ്യും. കിങ് ജൂനിയർ തുടർന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ കിങ് ജൂനിയർ പരാമർശിച്ചു. അയൽക്കാരെ മാത്രം സ്നേഹിക്കുകയും ശത്രുക്കളെ വെറുക്കുകയും ചെയ്യുന്ന അന്നത്തെ പരമ്പരാഗത രീതിക്കെതിരെ യേശു പ്രതികരിച്ചു. പകരം തങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കാൻ പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് ശക്തി നൽകുന്നു. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് അസാധ്യമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ സഹായത്തിനായി നാം ദൈവത്തെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഈ വിപ്ലവകരമായ സമ്പ്രദായം സ്വീകരിക്കാൻ ദൈവം ധൈര്യം നൽകുന്നു. കാരണം യേശു പറഞ്ഞതുപോലെ ദൈവത്തിന് സകലവും സാധ്യം. ചിന്തിക്കുക, ആരാണ് നിങ്ങളുടെ ശത്രു? നിങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ വികാരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.